സ്നേഹമുള്ള എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഇന്ന് ഞാൻ ടെറസിൽ എനിക്ക് പ്രത്യേകമായിട്ട് ഇന്ന് ഓണക്കാലത്ത് വിളഞ്ഞു നിന്ന ഒരു വെള്ളരിക്കയാണ്. നിങ്ങളിത് കണ്ടു കാണുമല്ലോ. അപ്പം നമ്മൾ ടെറസിനകത്ത് അതൊരു ഗ്രോ ബാഗിലാണ് അത് വെച്ചിരുന്നത്. അതിനകത്ത് 2 വെള്ളരിക്ക പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറിക്കാൻ പോകുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അത് നല്ല കളറ് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അതുപോലെ തന്നെ ടെറസിൽ കുറച്ച് പയറും അതുപോലെ തന്നെ കുറച്ച് കാന്താരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് പറിക്കണമെന്ന് വിചാരിച്ചാണ് കയറിയത്. പിന്നെ ഒരു കാര്യം, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ടെറസിൽ ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സ് ഐറ്റംസ് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡ്രമ്മിൽ നമ്മൾ കൊടുക്കുന്ന വളം അതിന് തന്നെ അങ്ങ് കൊടുക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതും കിളിച്ചിങ് കയറിപ്പോരും. അതിന് പ്രത്യേകിച്ച് വേറെ സെറ്റപ്പ് ഒന്നും ചെയ്യേണ്ട. ഡ്രമ്മിനകത്ത് തന്നെ ഞാൻ ചെറിയ ചെറിയ പച്ചക്കറികൾ നട്ടു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പിന്നെ ഗ്രോ ബാഗ് 10-20 ഗ്രോ ബാഗിനകത്ത് കുറച്ച് പച്ചക്കറികൾ, അതുപോലെ തന്നെ കോളിഫ്ലവർ പോലുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും വളം സെയിമാണ്. അതായത് നമ്മൾ അടുക്കളയിൽ നിന്ന് കളയുന്ന എല്ലാ പച്ചക്കറി വേസ്റ്റുകൾ എല്ലാം കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും എല്ലാം കൂടെ ഒരു പെയിൻറ്റും ഒരു 5 ദിവസത്തെ എല്ലാം കൂടെ ആകുമ്പോൾ ആ ബക്കറ്റ് അങ്ങ് നിറയും. അതിനകത്ത് തേങ്ങാവെള്ളം കാണും, പഴത്തൊലി കാണും, ഉള്ളിത്തൊലി കാണും, എല്ലാം മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു സ്ലറി അത് ഒരു 5 ദിവസം കഴിയുമ്പോൾ കൈ കൊണ്ട് നല്ലോണം ഞെക്കി അങ്ങ് പിഴിഞ്ഞ് കളഞ്ഞേച്ച് അത് ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ പച്ചക്കറിയുടെ കടകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഫ്രൂട്ട്സിനൊന്നും എപ്പോഴും ആ വളം വേണ്ടല്ലോ, അതുകൊണ്ട് ഇതങ്ങ് വലിച്ചെടുത്തോളും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പച്ചക്കറി കിട്ടിത്തുടങ്ങും. അപ്പോൾ ഇത് കണ്ടില്ലേ, പയർ തന്നെ. അപ്പം നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് ഒരു തോരൻ വയ്ക്കാനും ഒരു മെഴുക്കുവരട്ടി വെക്കാനുള്ള പയർ ഒരു ഡ്രമ്മിലുണ്ടെങ്കിൽ തന്നെ വേറൊരു ഡ്രമ്മിൽ അടുത്ത പ്രാവശ്യം ഇങ്ങനെ കിളിച്ച് നിൽക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇടുന്നതിനകത്ത് കൊടുത്ത് ഈ മുട്ട പൊടിച്ചത് കുറച്ച് മുട്ടയൊക്കെ ഇടുമ്പോൾ അതും പൊടിച്ചതിനകത്തോട് ഇടുന്നു. നമുക്ക് എന്ത് കൈ വളം കിട്ടിയാലും ആ ബക്കറ്റിനകത്തോട് നമ്മളങ്ങ് കൊണ്ടിടും. കാരണം കറി ഒഴിച്ച് ബാക്കി എല്ലാ നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം കൊണ്ടിടും. അപ്പോൾ ഇത് പുളിച്ച് കിട്ടുന്ന ആ പുളിപ്പിലാണ് ഇതെല്ലാം കയറി വരുന്നത്. അപ്പോൾ നമുക്കതിന് പ്രത്യേകിച്ച് വളം നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പിന്നെ 15 ദിവസത്തെ നീം സ്പ്രേ മതി. അപ്പം ഓരോ ദിവസവും നമുക്കിങ്ങനെ പച്ചക്കറികൾ എടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങളും ചെയ്യുക. എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കമൻറ്റൊക്കെ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇനി കാണാം.